ഹായ് ചാപ്റ്റർ 9 ഇന്റർനാഷണൽ ട്രേഡിന്റെ യൂണിറ്റ് 2 ആയ ദ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ട്രേഡ് പോളിസി എന്ന യൂണിറ്റാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. യൂണിറ്റ് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കാത്തവർ അതൊന്ന് നോക്കുക. ഈ യൂണിറ്റിൽ മെയിനായിട്ട് പറയുന്ന കൺസെപ്റ്റ് ദ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ട്രേഡ് പോളിസിയാണ്. ട്രേഡ് പോളിസിയുടെ ഇൻസ്ട്രുമെന്റ്സ് ആയ ടാരിഫ്, നോൺ ടാരിഫ് മെഷേഴ്സ്, അതേപോലെ എക്സ്പോർട്ട് റിലേറ്റഡ് മെഷേഴ്സ് ആണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. ഫസ്റ്റ് തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്, അപ്പോൾ നമ്മൾ ആ ഇൻട്രൊഡക്ഷൻ നോക്കാം. അതിനുമുമ്പ് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പോർഷനിലേക്ക് കിടക്കാം. Introduction. Before we go into the subject matter of this unit, we shall take a quick look at a few recent developments in India international trade strategies. അതായത് ഇന്റർനാഷണൽ ട്രേഡിലെ ഇന്ത്യയുടെ സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് ഇൻട്രൊഡക്ഷനിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് പോയിന്റ് നോക്കാം. ആഫ്റ്റർ എ ഡിക്കേഡ് ഓഫ് എഷ്യൂവിംഗ് ഫ്രീ ട്രേഡ് ഡീൽസ്, India has embarked on FTA signing spree that is quickly transforming the country into one of the most FTA engaged countries in the world. ഇതിൽ മെയിനായിട്ട് എന്താ പറയുന്നത്? ആഫ്റ്റർ എ ഡിക്കേഡ് ഓഫ് എഷ്യൂവിംഗ് ഫ്രീ ട്രേഡ്, എഷ്യൂവിംഗ് എന്ന് വെച്ചാൽ അവോയ്ഡ് ചെയ്യുന്നതാണ്. അതായത് ഓൾമോസ്റ്റ് ഒരു 10 years ആയിട്ട് ഇന്ത്യ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് അവോയ്ഡ് ചെയ്തു, അല്ലെങ്കിൽ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടില്ലായിരുന്നു. അതെന്തുകൊണ്ടാണ്? മെയിൻ റീസൺ ആയിട്ട് പറയുവാണെങ്കിൽ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിരുന്നു. പക്ഷേ ആഫ്റ്റർ ഡിക്കേഡ് എന്ത് സംഭവിച്ചു? ഇന്ത്യ വീണ്ടും ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് FTA സൈൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ റിസൾട്ടായിട്ട് ട്രേഡ് റിലേഷൻ അവിടെ എക്സ്പാൻഡ് ചെയ്തു, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ അത് അട്രാക്ട് ചെയ്തു, അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് ഒക്കെ എന്ത് ചെയ്തു? ബൂസ്റ്റ് ചെയ്തു. അതാണ് ക്വിക്ലി ട്രാൻസ്ഫോമിംഗ് ദ കൺട്രി ഇൻ ടു വൺ ഓഫ് ദ മോസ്റ്റ് FTA എൻഗേജ്ഡ് കൺട്രീസ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് എന്താ പറയുന്നത്? ദ റെയിൻവിഗറേറ്റഡ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് റഷ് ബിഗാൻ വിത്ത് ദ എഗ്രിമെന്റ് വിത്ത് മൗറീഷ്യസ് 1st April 2021. മൗറീഷ്യസിനോട് എപ്പോഴാണ് എഗ്രിമെന്റ് ചെയ്തത്? 1st April 2021. സോ ജസ്റ്റ് ആ ഇയർ നോട്ട് ചെയ്ത് വെക്കുക. ഫോളോഡ് ബൈ ഫാസ്റ്റ് ട്രാക്ക് നെഗോഷിയേഷൻ വിത്ത് UAE, UK, കാനഡ, യൂറോപ്യൻ യൂണിയൻ. ഇതിൽ മെയിനായിട്ട് പറയുന്നത് റീഇൻവിഗറേറ്റഡ് എന്ന് വെച്ചാൽ റീ അവൈലബിൾ ആക്കി ചെയ്യുക, അതാണ് മെയിനായിട്ട് ഇവിടെ പറയുന്നത്. ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് മൗറീഷ്യസിനോട് ചെയ്തതിന് ശേഷം UAE, UK, കാനഡ, ഇന്ത്യ എൻഗേജ് ചെയ്തു, അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത പോയിന്റ് പറയുന്നത് ഓൺ 18th February 2022 എ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് CEPA, ഇത് നോട്ട് ചെയ്ത് വെക്കുക. അതിന്റെ ഫുൾ ഫോം നോട്ട് ചെയ്യുക. കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് വിത്ത് UAE was concluded within 90 days of the commencement of negotiation and has been in force since 1st May 2022. In addition, എക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ട്രേഡ് എഗ്രിമെന്റ് ECTA, അത് നോട്ട് ചെയ്ത് വെക്കുക. എക്കണോമിക് കോർപ്പറേഷൻ അതേപോലെ ട്രേഡ് എഗ്രിമെന്റ് വിത്ത് ഓസ്ട്രേലിയ, ഫസ്റ്റ് പറഞ്ഞത് UAE ആണ്, ഇപ്പോൾ പറഞ്ഞത് ഓസ്ട്രേലിയ ആണ്. ഓൾസോ കൺക്ലൂഡഡ് ഓൺ 2nd April 2022 കൺക്ലൂഡ് ചെയ്തു. ഇതിന്റെ മീനിങ് എന്താണ്? അതായത് മെയിനായിട്ട് CEPA അല്ലെങ്കിൽ ECTA ഇത് എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്? കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എക്കണോമിക് കോർപ്പറേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിലും അല്ലെങ്കിൽ ഇന്റഗ്രേഷനിലുമാണ് ഫോക്കസ് ചെയ്യുന്നത്. എക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ട്രേഡ് എഗ്രിമെന്റോ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ ട്രേഡിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ ഫിനാൻഷ്യൽ ഇൻ്റഗ്രേഷൻ എന്ന് വെച്ചാൽ മെയിനായിട്ട് പറയുവാണെങ്കിൽ നെയ്ബറിംഗ് എക്കണോമീസിനെ നമ്മൾ ക്ലോസ്ലി ലിങ്ക് ചെയ്യുക, അതാണ് മെയിനായിട്ട് പറയുന്നത്. UAE വാസ് കൺക്ലൂഡഡ് വിത്തിൻ 90 days. ഈ എഗ്രിമെന്റ് 90 daysനുള്ളിൽ ഫൈനലൈസ് ചെയ്ത് 1st May 2022 ഇംപ്ലിമെന്റ് ചെയ്തു, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? ലാസ്റ്റ് പോയിന്റ് എന്താ? ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഡിസ്കഷൻ ആർ ഓൾസോ ഓൺ ദ ഫാസ്റ്റ് ട്രാക്ക് വിത്ത് കാനഡ, EU ആസ് വെൽ ആസ് വിത്ത് ദ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ. സോ ഇപ്പോൾ നമ്മൾ നോക്കിയ പോലെ തന്നെ എന്താണ്? ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഫാസ്റ്റ് ആയിട്ട് കാനഡ, EU എന്ന നേഷനിലേക്ക് അതേപോലെ ഗൾഫ് കോർപ്പറേഷനിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങിയിരുന്നു, അതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. ഈ ഇൻട്രൊഡക്ഷനിൽ മെയിനായിട്ട് ഇന്ത്യയുടെ ഇന്റർനാഷണൽ സ്ട്രാറ്റജിയാണ്, ഇന്റർനാഷണൽ ട്രേഡിലുള്ള സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് പറയുന്നത്. സോ അത് ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി മാത്രം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? അടുത്ത് പറയുന്ന ഒരു ടേം ആണ് പ്രൊട്ടക്ഷനിസം. ഈ ടേം നോട്ട് ചെയ്ത് വെക്കുക. A state policy aimed to protect domestic producers against foreign competition through the use of tariff, quota, non-tariff trade policy instrument. ഇതിൽ മെയിനായിട്ട് പറയുന്നത് പ്രൊട്ടക്ഷനിസം എന്ന ടേമിനെ കുറിച്ചാണ്. പ്രൊട്ടക്ഷനിസം എന്ന് വെച്ചാൽ എന്താണ്? അതൊരു സ്റ്റേറ്റ് പോളിസിയാണ്. അത് എന്താ എയിം ചെയ്യുന്നത്? ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യണം. എന്തിൽ നിന്ന്? ഫോറിൻ കോമ്പറ്റീഷനിൽ നിന്ന് ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യണം. അത് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം? ടാരിഫ് യൂസ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യാം, കോട്ടാസ്, അതേപോലെ നോൺ ടാരിഫ് ട്രേഡ് പോളിസി ഇൻസ്ട്രുമെന്റ്. ഓക്കെ അല്ലേ? ഇതിനെക്കുറിച്ചാണ് ഈ യൂണിറ്റിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത പോയിന്റ് നോക്കാം. Trade liberalization refers to the opening up of domestic market to goods and services from the rest of the world by bringing down trade barriers. ഇതിൽ മെയിനായിട്ട് പറയുന്നത് ട്രേഡ് ബാരിയേഴ്സ് ബ്രിങ് ഡൗൺ ചെയ്തുകൊണ്ട് തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസിന് വേണ്ടി ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് ഓപ്പൺ ചെയ്യുന്നു, അതാണ് ട്രേഡ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. ഒരു ലിബറൽ ആക്കുന്നു അല്ലെങ്കിൽ ലിബറലൈസ് ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ മെയിൻ മീനിങ് ആയിട്ട് പറയുന്നത്. Historically, as a part of their protectionist measures, government of different countries have applied many different type of policy instruments, not necessarily based on their economic merit, for restricting the free flow of goods and services across the national boundaries.
ഇതിൽ മെയിനായിട്ട് പറയുന്നത് നമ്മളിപ്പോൾ നോക്കിയ പോയിന്റ് തന്നെയാണ്, ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഫോറിൻ ട്രേഡ് അവർ റെസ്ട്രിക്ട് ചെയ്യുന്നു. എങ്ങനെയാണ് റെസ്ട്രിക്ട് ചെയ്യുന്നത്? ബൈ യൂസിങ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പോളിസി ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ അല്ലേ? സോ ഇത് ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്യുക. Trade policy encompasses all instruments that government may use to promote or restrict import and export. ഇതിൽ മെയിനായിട്ട് പറയുന്നത് ട്രേഡ് പോളിസിയിൽ ഒരു ഇമ്പോർട്ടിനെയോ എക്സ്പോർട്ടിനെയോ മെയിനായിട്ട് ഒരു ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ ട്രേഡിനെ റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ട്രേഡ് പോളിസിയിലുള്ളത്. ഈ പോളിസി യൂസ് ചെയ്ത് ഗവൺമെൻറ് ഒരു ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ റെസ്ട്രിക്ട് ചെയ്യുകയും ചെയ്യും. ദ ഇൻസ്ട്രുമെന്റ് ഓഫ് ട്രേഡ് പോളിസി ദാറ്റ് കൺട്രീസ് യൂസ് ടു റെസ്ട്രിക്ട് ഇമ്പോർട്ട് ഓർ എൻകറേജ് എക്സ്പോർട്ട്. ഇമ്പോർട്ടിനെ റെസ്ട്രിക്ട് ചെയ്യുക, അതേപോലെ എക്സ്പോർട്ടിനെയോ അല്ലെങ്കിൽ എക്സ്പോർട്ടിനെ എൻകറേജ് ചെയ്യുക. ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു പ്രൈസ് റിലേറ്റഡ് മെഷേഴ്സ്. ഇതിനെയാണ് നമ്മൾ പ്രൈസ് റിലേറ്റഡ് മെഷേഴ്സ് എന്ന് പറയുന്നത്. സച്ച് ആസ് ടാരിഫ്, നോൺ പ്രൈസ് മെഷേഴ്സ്, നോൺ ടാരിഫ് മെഷേഴ്സ്. ടാരിഫ്സ് ആർ ഓൾസോ നോൺ ആസ് കസ്റ്റം ഡ്യൂട്ടീസ്. ടാരിഫിനെ നമുക്ക് എന്തെന്ന് പറയാം? കസ്റ്റം ഡ്യൂട്ടീസ്. നോട്ട് ചെയ്ത് നോക്കുക. ആർ ബേസിക്കലി ടാക്സസ് ഓർ ഡ്യൂട്ടീസ് ഇമ്പോസ്ഡ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ആർ ഇമ്പോർട്ടഡ് ഓർ എക്സ്പോർട്ടഡ്. അതായത് ടാരിഫ് ഏത് തരത്തിലുള്ള ഗുഡ്സിലാണ് ഇമ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്നതോ ആയ ഗുഡ്സിലാണ് മെയിനായിട്ട് ടാരിഫ്, അതായത് കസ്റ്റം ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടാരിഫ് ആർ ജനറലി അപ്ലൈഡ് ടു ഡിഫറെൻറ്റ് കമ്മോഡിറ്റീസ്. ടാരിഫ് ഡിഫറെൻറ്റ് കമ്മോഡിറ്റീസ് അനുസരിച്ച് വേരി ചെയ്യും. അതാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫിനാൻഷ്യൽ ചാർജ് ഇൻ ദ ഫോം ഓഫ് ടാക്സ്. ടാരിഫ് എന്താണ്? ഫിനാൻഷ്യൽ ചാർജ് ആണ്. ടാക്സിന്റെ ഫോമിലുള്ള ഫിനാൻഷ്യൽ ചാർജ് ആണ്. ഇമ്പോസ്ഡ് അറ്റ് ദ ബോർഡർ ഓൺ ഗുഡ്സ് ഗോയിങ് ഫ്രം വൺ കസ്റ്റം ടെറിട്ടറി ടു അനദർ കസ്റ്റം ടെറിട്ടറി. അതേ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ട്രേഡ് ആണ് പറയുന്നത്. വൺ കസ്റ്റം ടെറിട്ടറിയിൽ നിന്ന് വേറൊരു ടെറിട്ടറിയിലേക്ക് മൂവ് ചെയ്യുന്ന ഗുഡ്സിൽ ഇമ്പോസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ചാർജ്, അതാണ് ടാരിഫ് എന്ന് പറയുന്നത്. Instead of a single tariff rate, countries have tariff schedule, which is specify the tariff collected on every particular goods and services. ഇതിലെന്താ പറയുന്നത്? അതായത് ഒരു കൺട്രിക്ക് സ്പെസിഫിക് ടാരിഫ് റേറ്റിന് പകരം അവിടെ ടാരിഫ് ഷെഡ്യൂൾ ആണുള്ളത്. ടാരിഫ് ഷെഡ്യൂൾ എന്ന് വെച്ചാൽ ദ ടാരിഫ് കളക്റ്റഡ് ഓൺ എവറി പർട്ടിക്കുലർ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓരോ പർട്ടിക്കുലർ ഗുഡ്സ് ആൻഡ് സർവീസസിൽ കളക്ട് ചെയ്യുന്ന ടാരിഫാണ് ടാരിഫ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ബീങ് പെർവാസീവ് ദാൻ എക്സ്പോർട്ട് ഡ്യൂട്ടീസ്. Tariff are often identified with the import duties, and in this unit the term tariff would refers to import duties. ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ആണ് എക്സ്പോർട്ട് ഡ്യൂട്ടീസിനെക്കാളും വൈഡ് സ്പ്രെഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ടാരിഫ് എന്താണ്? ടാരിഫ് ആർ ഓഫൻ ഐഡന്റിഫൈഡ് വിത്ത് ഇമ്പോർട്ട് ഡ്യൂട്ടീസ്. ടാരിഫ് എന്ന് വെച്ചാൽ തന്നെ മെയിൻ ആയിട്ട് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ആണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഈ യൂണിറ്റിൽ മെയിൻ ആയിട്ട് ടാരിഫ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ആണ് മീൻ ചെയ്യുന്നത്. ടാരിഫ് എയിംഡ് അറ്റ് ഓൾട്ടറിംഗ് ദ റിലേറ്റീവ് പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇമ്പോർട്ടഡ്. ടാരിഫ് ഒരു ഗുഡ്സോ അല്ലെങ്കിൽ ഒരു സർവീസസോ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസ് എന്ത് ചെയ്യുന്നു? അഡ്ജസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നു, ഓൾട്ടർ ചെയ്യുന്നു. സോ കോൺട്രാക്ട് ദ ഡൊമസ്റ്റിക് ഡിമാൻഡ് ആൻഡ് ദസ് റെഗുലേറ്റ് ദ വോളിയം ഓഫ് ദെയർ ഇമ്പോർട്ട്. അത് ആ കൺട്രിയിൽ ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സിൻ്റെ വോളിയം റെഗുലേറ്റ് ചെയ്യുന്നു. ഇവിടെ അഡീഷണൽ ആയിട്ട് എന്താ പോയിന്റ് പറഞ്ഞേക്കുന്നത്? ടാരിഫ് ലീവ് ദ വേൾഡ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഗുഡ് അൺഅഫക്റ്റഡ് വൈൽ റൈസിങ് ദെയർ പ്രൈസ് ഇൻ ദ ഡൊമസ്റ്റിക് മാർക്കറ്റ്. അതായത് ടാരിഫ് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൽ ഇമ്പോസ് ചെയ്യുന്നത് വഴി ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വേൾഡ് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യില്ല. പക്ഷേ ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ത് ചെയ്യും? ഡൊമസ്റ്റിക് മാർക്കറ്റിൽ റൈസ് ചെയ്യും. ഓക്കെ ആണോ? ഇത് നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കാം. ഇന്ത്യ ചൈനയിൽ നിന്ന് മൊബൈൽ ഫോൺസിനെ ഇമ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ചൈനയിൽ നിന്ന് 15,000 റുപ്പീസാണ് പെർ മൊബൈലിന് വരുന്നത് കോസ്റ്റ്. ഈ 15,000 റുപ്പീസ് മൊബൈൽ ഫോണിനെ ഇന്ത്യ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ അല്ലേ? പക്ഷേ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊബൈലിൻ്റെ പ്രൈസ് എത്രയാണ്? 18,000 റുപ്പീസാണ്. ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊബൈൽ 18,000 റുപ്പീസാണ്. അപ്പോൾ യൂഷ്വലി നമുക്കറിയാം ചൈനീസ് മൊബൈലിൻ്റെ പ്രൈസ് ഇന്ത്യയുടെ മൊബൈലിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിട്ടുള്ളത് കൊണ്ട് തന്നെ ചൈനീസ് മൊബൈൽസിനായിരിക്കും ഡിമാൻഡ് കൂടുതലായിട്ട് വരുന്നത്. ഇങ്ങനെ കൂടുതലായിട്ട് വരുമ്പോൾ അത് ഇന്ത്യൻ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? 15% ടാക്സ് അതിൽ ഇമ്പോസ് ചെയ്യുന്നു. ഇത് ജസ്റ്റ് ഒരു അസ്യൂംഡ് ടാക്സ് ആണ്. 15% ടാക്സ് അതിൽ ഇമ്പോസ് ചെയ്യുന്നു. അതിൻ്റെ റിസൾട്ടായിട്ട് 15,000 റുപ്പീസ് ഉള്ള ചൈനീസ് മൊബൈലിൻ്റെ പ്രൈസ് ഇന്ത്യയിൽ എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്? 17,250 റുപ്പീസ്. ഓക്കെ അല്ലേ? 2,250 റുപ്പീസ് ഇൻക്രീസ് ചെയ്തു. അതിൻ്റെ റിസൾട്ടായിട്ട് ഇപ്പം ഇന്ത്യയിൽ കറൻ്റ്ലി ചൈനീസ് മൊബൈൽ 17,250 റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നത്. ഇങ്ങനെ ടാരിഫ് ഇമ്പോസ് ചെയ്യുമ്പോൾ ഇതിൽ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഓൾമോസ്റ്റ് രണ്ട് പ്രോഡക്ട്സിൻ്റെ പ്രൈസ് സിമിലർ അല്ലേ? 17,250ഉം 18,000ഉം ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ പ്രൈസ് ആണ്. ഇത് ഇന്ത്യൻ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യും. അതാണ് മെയിൻ കൺസെപ്റ്റ് ആയിട്ട് ഇതിൽ പറയുന്നത്. ആ പോയിന്റ് പറഞ്ഞേക്കുന്നതും ഇത് തന്നെയാണ്. ടാരിഫ് ലീവ് ദ വേൾഡ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഗുഡ്സ് അൺഅഫക്റ്റഡ്. അതിന്റെ മീനിങ് എന്താണ്? ടാരിഫ് 15% ഇന്ത്യയിൽ ഇമ്പോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വേൾഡ് മാർക്കറ്റ് പ്രൈസിൽ ചേഞ്ച് വരുന്നുണ്ടോ? അതായത് വേറെ കൺട്രീസിൽ 15,000 ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. വൈൽ റേസിംഗ് ദെയർ പ്രൈസ് ഇൻ ദ ഡൊമസ്റ്റിക് മാർക്കറ്റ് 15,000 റുപ്പീസ് ഉള്ള ആ മൊബൈൽ ഫോൺ ഇന്ത്യയിൽ 17,250 റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇങ്ങനെ
ഗവൺമെന്റ് ടാരിഫ് ഇമ്പോസ് ചെയ്യുന്നത് വഴി അത് ഡൊമസ്റ്റിക് മാർക്കറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇതിൽ ലാസ്റ്റ് പറയുന്ന പോയിന്റ് എന്താണ്? ദ മെയിൻ ഗോൾ ഓഫ് ടാരിഫ് ആർ ടു റൈസ് ദ റവന്യൂ ഓഫ് ദ ഗവൺമെന്റ് ആൻഡ് പ്രൊട്ടക്ട് ഡൊമസ്റ്റിക് ഇമ്പോർട്ട് കോമ്പീറ്റിംഗ് ഇൻഡസ്ട്രീസ്. ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ നമ്മളിപ്പോൾ എക്സാമ്പിൾ നോക്കിയ പോലെ തന്നെ പ്രൈസ് ഇൻക്രീസ് വഴി പ്രൊട്ടക്ട് ചെയ്യും. അതേപോലെ ഗവൺമെന്റ് റവന്യൂ റൈസ് ചെയ്യും. അതാണ് ടാരിഫ് എന്ന ടോപ്പിക്കിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഫോംസ് ഓഫ് ഇമ്പോർട്ട് ടാരിഫ്. ഇവിടെ ഇമ്പോർട്ട് ടാരിഫിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ് തന്നേക്കുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് നോക്കാം. സ്പെസിഫിക് ടാരിഫ്. Specific tariff is a fixed amount of money per physical unit or accordance with the weight or measurement of the commodities imported, exported. ഇതിലെന്താ പറയുന്നത്? സ്പെസിഫിക് ടാരിഫ് എന്ന് വെച്ചാൽ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് മണി ആയിരിക്കും. യൂണിറ്റിന്റെ ബേസിസിൽ അല്ലെങ്കിലോ വെയിറ്റോ അല്ലെങ്കിൽ മെഷർമെന്റിന്റെ ബേസിലായിരിക്കും ടാരിഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്നത്. ദിസ് ടാരിഫ് ക്യാൻ വേരി അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് ദ ഗുഡ്സ് ഇമ്പോർട്ടഡ്. ഓരോ ഗുഡ്സിനനുസരിച്ചും സ്പെസിഫിക് ടാരിഫ് ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ വേരി ചെയ്യാം. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എക്സാമ്പിൾ നമ്മൾ നോക്കാം. ₹1000 മേ ബി ചാർജ്ഡ് ഈച്ച് ഇമ്പോർട്ടഡ് ബൈസൈക്കിൾ. ഇതിലെന്താ പറയുന്നത്? ഓരോ ബൈസൈക്കിളിനും 1000 rupees ആണ് ചാർജ്. ഇവിടെ 1000 എന്താണ്? ഫിക്സ്ഡ് എമൗണ്ട് അല്ലേ? ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് സ്പെസിഫിക് ടാരിഫ് ആസ് എൻ ഇൻസ്ട്രുമെന്റ് ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് ഇസ് ദാറ്റ് protective value varies inversely with the price of import. For example, if the price of imported cycle is 5000, ഇതിലെന്താ പറയുന്നത്? സപ്പോസ് പ്രൈസ് ഓഫ് സൈക്കിൾ എത്രയായിരിക്കും? 5000 rupees ആണ് ഒരു സൈക്കിളിന്റെ പ്രൈസ് എങ്കിൽ അവിടെ ടാരിഫ് റേറ്റ് എത്രയാണ്? 20%. 20% എന്ന് വെച്ചാൽ 1000 rupees ആണ്. ദെൻ ഇഫ് ഡ്യൂ ടു ഇൻഫ്ലേഷൻ ദ പ്രൈസ് ഓഫ് ബൈസൈക്കിൾ റൈസസ് ടു 10,000, 5000 പ്രൈസ് 10,000 ആയിട്ട് ഇൻക്രീസ് ചെയ്യുവാണെങ്കിലും അപ്പോൾ സ്പെസിഫിക് ടാരിഫ് എത്രയായിരിക്കും? 10%. അതായത് പിന്നെയും 1000 ആയിരിക്കും. ഇവിടെ 1000 എങ്ങനെയാണ്? 1000 കോൺസ്റ്റന്റ് ആണ്, ചേഞ്ച് ചെയ്യുന്നില്ല. പ്രൈസ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ടാരിഫ് റേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ടാരിഫ് റേറ്റ് ഫിക്സ്ഡ് ആണ്. ഒരു ബൈസൈക്കിളിന് 1000 എന്നാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Since calculation of these duties does not involve the value of merchandise, custom valuation is not applicable. Custom valuation ഇവിടെ not applicable എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഇവിടെ പ്രൈസ് വേരിയേഷൻ ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. രണ്ട് യൂണിറ്റിനും സെയിം ആയിട്ടാണ് ഇവർ ടാരിഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ആണ് ഇറ്റ്സ് പ്രൊട്ടക്റ്റീവ് വാല്യൂ വേരീസ് ഇൻവേഴ്സ്ലി വിത്ത് ദ പ്രൈസ് ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ്. അപ്പോൾ ഈ പ്രൊട്ടക്റ്റീവ് വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? പ്രൊട്ടക്റ്റീവ് വാല്യൂ എന്ന് വെച്ചാൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിനുള്ള ഒരു മിനിമം വാല്യൂ ആണ്. അത് എന്തിനു വേണ്ടിയ പ്രൊട്ടക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത്? ഡൊമസ്റ്റിക് കൺട്രീസിലുള്ള ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രൊട്ടക്റ്റീവ് വാല്യൂ വേരീസ് ഇൻവേഴ്സ്ലി വിത്ത് ദ പ്രൈസ് ഓഫ് ദ ഇമ്പോർട്ട്. ഇൻവേഴ്സ്ലി എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഈ എക്സാമ്പിൾ തന്നെ നോക്കാം. 5000 ആയിരുന്നു പ്രൈസ്, അത് 10,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. പ്രൈസ് ഇവിടെ എന്ത് സംഭവിച്ചു? ഇൻക്രീസ് ചെയ്തു. പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ അതിൻ്റെ പ്രൊട്ടക്റ്റീവ് വാല്യൂ എത്രയായി? പ്രൊട്ടക്റ്റീവ് വാല്യൂ എന്ന് വെച്ചാൽ ഈ 20%-ഉം 10% ആണ് പറയുന്നത്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സാക്ട്ലി ടാക്സ് ഇൻക്രീസ് ആണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു, ഇൻവേഴ്സ് ചെയ്തു. അതാണ് പറയുന്നത്. സോ ഇതിൽ ജസ്റ്റ് മെയിനായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടത് സ്പെസിഫിക് ടാരിഫ് എന്ന് വെച്ചാൽ യൂണിറ്റിന്റെ ബേസിസിലായിരിക്കും, വെയിറ്റിന്റെ ബേസിസിലായിരിക്കും. 5000 rupees ഉള്ള ഒരു സൈക്കിളിന് 1000 ആണ് സ്പെസിഫിക് ടാരിഫ് എങ്കിൽ സൈക്കിളിന്റെ പ്രൈസ് 10,000 ആയാലും അവിടെ 1000 ആയിരിക്കും എന്ത്? സ്പെസിഫിക് ചാർജ് അല്ലെങ്കിൽ സ്പെസിഫിക് ടാരിഫ്. അപ്പോൾ നമ്മൾ അടുത്ത ടാരിഫ് നോക്കാം. ad valorem tariff when duty is as fixed percentage. ഇതിലെന്താ പറയുന്നത്? ad valorem tariff എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫിക്സ്ഡ് പെർസെൻറ്റേജ് ബേസിസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടാരിഫ് ലെവിഡ് ആസ് എ കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് ഓഫ് ദ മോണിറ്ററി വാല്യൂ ഓഫ് 1 unit ഓഫ് ദ ഇമ്പോർട്ടഡ് ഗുഡ്സ്. ഇതിന്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്, നമ്മൾ നോക്കാം. എ 20% ഓഫ് ad valorem tariff on a bicycle generate 1000 or payment on each imported bicycle per price at 5000. 5000 rupees പ്രൈസ് ഉള്ള ഒരു സൈക്കിളിന് ചാർജ് എത്രയാണ്? 20% ആണ് ad valorem ടാരിഫ്. അത് 1000 rupees ആണ് ജനറേറ്റ് ചെയ്യുന്നത്. സപ്പോസ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിലോ സൈക്കിളിന്റെ പ്രൈസ് 10,000 ആയിട്ട് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ടാരിഫ് എത്രയായിരിക്കും? അതേ 20% ആയിരിക്കും, 2000 ആയിട്ട് ഇൻക്രീസ് ചെയ്യും. അതാണ് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? ഇറ്റ് പ്രിസർവ് ദ പ്രൊട്ടക്റ്റീവ് വാല്യൂ ഓഫ് ടാരിഫ് ഓൺ ഹോം പ്രൊഡ്യൂസേഴ്സ്. ഇത് എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസേഴ്സിന്റെ പ്രൊട്ടക്റ്റീവ് വാല്യൂ പ്രിസർവ് ചെയ്യുന്നു. പ്രൈസ് 5000 10,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ ടാരിഫ് എത്രയായി? ടാരിഫ് 1000 2000 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അതാണ് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. മിക്സ്ഡ് ടാരിഫ് ആർ എക്സ്പ്രസ് either on the basis of the value of imported goods and ad valorem rate or on the unit of measurement specific duty depending on which generate the most income. ഇതിലെന്താ പറഞ്ഞേക്കുന്നത്? ഒരു പ്രോഡക്റ്റിന് ഏത് റേറ്റ് ആണോ ഹൈ ആയിട്ടുള്ളത് റേറ്റിലുള്ള ടാരിഫ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കുമ്പോൾ ഡ്യൂട്ടി ഓഫ് കോട്ടൺ, ഒരു കോട്ടൺ ഇമ്പോർട്ട് ചെയ്യുന്നു, അതിന് 5% ആണ് എന്ത്? ad valorem. ad valorem എന്ന് വെച്ചാൽ നമ്മൾ പെർസെൻറ്റേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ പ്രോഡക്റ്റിന് 5% ആണ് ad valorem ടാരിഫ് ഉള്ളത്. അല്ലെങ്കിലോ ഓർ 3000 per ton വിച്ച് എവർ ഈസ് ഹയർ. ഇതിൽ ഏതാണോ ഹയർ ആയിട്ടുള്ളത് അതാണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. നമ്മൾ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഒരു പ്രോഡക്റ്റിന്റെ 5% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റിന് 1000 rupees ആണ് കിട്ടുന്നുള്ളൂ. സ്പെസിഫിക് ടാരിഫ് എങ്ങനെയാണ്? സ്പെസിഫിക് ടാരിഫ് പെർ ടണ്ണിന് 3000 കിട്ടുന്നുണ്ട്. ഈ സിറ്റുവേഷനിൽ നമ്മൾ 3000 ആണ് ചൂസ് ചെയ്യുള്ളൂ. ഓക്കെ അല്ലേ? ad valorem അല്ലെങ്കിൽ സ്പെസിഫിക് ഓർ ആണ് അവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക.
അടുത്ത് പറയുന്ന ടാരിഫാണ് കോമ്പൗണ്ട് ടാരിഫ് ഓർ കോമ്പൗണ്ട് ഡ്യൂട്ടി. എ കോമ്പിനേഷൻ ഓഫ് അഡ് വലറം ആൻഡ് സ്പെസിഫിക് ടാരിഫ്. ഇത് കോമ്പിനേഷൻ ആണ് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. സോ ആ ടേം നോട്ട് ചെയ്യുക, കോമ്പിനേഷൻ ആണിത്. ഓക്കെ അല്ലേ? കോമ്പിനേഷൻ ഓഫ് അഡ് വലറം അതേപോലെ സ്പെസിഫിക് ടാരിഫ്. ദ ടാരിഫ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ബോത്ത് ദ വാല്യൂസ് ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് ആൻഡ് എ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഓഫ് ദ ഇമ്പോർട്ടഡ് ഗുഡ്സ്. ഇതിൽ എന്താ പറയുന്നത്? ഇതിന്റെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഡ്യൂട്ടി ഓൺ ചീസ് അറ്റ് 5% അഡ് വലറം പ്ലസ് 100 per kg. അതായത് 5% അഡ് വലറം ടാരിഫ് കാൽക്കുലേറ്റ് ചെയ്യും. അതേപോലെയോ 100 per kg, പെർ കെ ജിക്ക് 100 rupees ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ അല്ലേ? ഇതിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്വാണ്ടിറ്റി അതേപോലെ പി പ്രൈസ് ആണ്. ടി എസ് എന്ന് വെച്ചാൽ എന്താണ്? ടി എസ് എന്ന് വെച്ചാൽ സ്പെസിഫിക് ടാരിഫ് ആണ്. ടി എ എന്ന് വെച്ചാലോ അഡ് വലറം ടാരിഫ്. ഇതെന്താ ചെയ്തേക്കുന്നത്? ടി എസ് ക്യൂ ക്വാണ്ടിറ്റി ആണ്, അതിന്റെ കൂടെ ടി എ അഡ് വലറം പി ഇൻറ്റു ക്യൂ. ഓക്കെ അല്ലേ? ജസ്റ്റ് അതിന്റെ ഇക്വേഷൻ ആയിട്ടാണ് ഇവിടെ തന്നേക്കുന്നത്. അടുത്ത് പറയുന്ന ടാരിഫാണ് ടെക്നിക്കൽ ഓർ അതർ ടാരിഫ്. ഇതെന്താ നോക്കാം. ദീസ് ആർ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് എ സ്പെസിഫിക് കണ്ടന്റ്സ് ഓഫ് ദ ഇമ്പോർട്ടഡ് ഗുഡ്സ്. ഇമ്പോർട്ടഡ് ഗുഡ്സിന്റെ സ്പെസിഫിക് കണ്ടന്റിന്റെ ബേസിസിലാണ്, അല്ലെങ്കിൽ എന്താണ്, ഡ്യൂട്ടി ആർ പേയബിൾ ഓൺ ഇറ്റ്സ് കമ്പോണൻസ്. ഇത് നോട്ട് ചെയ്ത് നോക്കുക. കമ്പോണൻസിന്റെ ബേസിലായിരിക്കും, അല്ലെങ്കിൽ റിലേറ്റഡ് ഐറ്റത്തിന്റെ ബേസിസിലായിരിക്കും ടെക്നിക്കൽ ടാരിഫ് അല്ലെങ്കിൽ അതർ ടാരിഫ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം. 3000 rupees ഓൺ ഈച്ച് സോളാർ പാനൽ. ഓരോ സോളാർ പാനലിനും 3000 rupees ആണ് ടാരിഫ് വരുന്നത്. അതിൻ്റെ കൂടെയോ പ്ലസ് 50 per kg ഓൺ ബാറ്ററി. ബാറ്ററിങ്ങിന് 50 rupees ആണ് പെർ കെ ജിയുടെ ബേസിസിൽ വരുന്നത്. ഓക്കെ അല്ലേ? ടാരിഫ് റേറ്റ് കോട്ട. ഇറ്റ് കമ്പൈൻ 2 പോളിസി ഇൻസ്ട്രുമെന്റ്. ടാരിഫ് റേറ്റ് കോട്ടയിൽ മെയിനായിട്ട് 2 പോളിസി ഇൻസ്ട്രുമെന്റ് ആണ് ഉള്ളത്. കോട്ട അതേപോലെ തന്നെ ടാരിഫ്. ടാരിഫ് നമുക്കറിയാം, ഇപ്പൊ ചാർജ് ചെയ്ത പോലെ തന്നെ ടാക്സ് പോലെ തന്നെ. കോട്ട എന്ന് വെച്ചാൽ അത് റെസ്ട്രിക്ഷൻസ് ആണ് മെയിനായിട്ട് പറയുന്നത്. ഇമ്പോർട്ട്സ് എൻട്രിങ് അണ്ടർ ദ സ്പെസിഫൈഡ് പോർഷൻ ആർ യൂഷ്വലി സബ്ജക്ട് ടു എ ലോവർ ഓർ സംടൈംസ് സീറോ ടാരിഫ് റേറ്റ്. ഇമ്പോർട്ട്സ് എബോവ് ദ ക്വാണ്ടിറ്റേറ്റീവ് ത്രെഷോൾഡ് ഓഫ് ദ കോട്ട ഫേസ് മച്ച് ഹയർ ടാരിഫ്. നമ്മളിത് എക്സാമ്പിൾ നോക്കുമ്പോൾ ഇച്ചിരി കൂടി ഈസി ആയിട്ട് മനസ്സിലാകും. 10,000 tons ഓഫ് ഷുഗർ ആണ് ഉള്ളത്. ഓക്കെ അല്ലേ? 10,000 tons ഓഫ് ഷുഗറോ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ 5% ആണ് ടാരിഫ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? പക്ഷേ 10,000-നേക്കാളും കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്തെങ്കിലോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇമ്പോർട്ട് ചെയ്യുവാണെങ്കിലോ 10,000-നേക്കാളും കൂടുതലായിട്ട് എക്സീഡ് ചെയ്യുവാണെങ്കിൽ ആ സിറ്റുവേഷനിൽ 25% ആയിരിക്കും ടാരിഫ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇമ്പോർട്ട്സ് എബോവ് ദ ക്വാണ്ടിറ്റേറ്റീവ് ലിമിറ്റ് ഓഫ് ദ കോട്ട ഫേസ് ഹയർ ടാരിഫ്. ആ സിറ്റുവേഷനിൽ ടാരിഫ് കൂടുതലായിരിക്കും. അടുത്ത് പറഞ്ഞിരിക്കുന്ന ടാരിഫ് ഏതാണ്? മോസ്റ്റ് ഫേവേർഡ് നേഷൻ ടാരിഫ്. MFN tariff refers to the import tariff which countries promise to impose on imports from other members of WTO unless the country is a part of preferential trade agreement such as free trade area or custom union. This means that in practice MFN trades are the highest, most restrictive that WTO members, World Trade Organization members charge each other. Some countries impose high tariff on countries that are not part of WTO. ഇതിൽ എന്താ മെയിൻ ആയിട്ട് പറയുന്നത്? ടാരിഫ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ബേസിസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണ്? അതായത് ഇത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഞാൻ മാക്സിമം ഷോർട്ട് ആയിട്ട് പറയാൻ ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട് ഫസ്റ്റ് 3 കൺസെപ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ മെമ്പേഴ്സ്, പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റ്സ്, അതേപോലെ തന്നെ നോൺ WTO മെമ്പേഴ്സ്, നോൺ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ മെമ്പേഴ്സ്. അതാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്ന കാര്യം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാം. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ മെമ്പേഴ്സ്. ടാരിഫ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മോസ്റ്റ് ഫേവേർഡ് നേഷൻ ടാരിഫ് റെഫേഴ്സ് ടു ഇമ്പോർട്ട് ടാരിഫ് വിച്ച് കൺട്രി പ്രോമിസ് ടു ഇമ്പോസ് ഓൺ ഇമ്പോർട്ട്സ് ഫ്രം ദ അതർ മെമ്പേഴ്സ് ഓഫ് WTO. അതായത് WTO മെമ്പേഴ്സ് ടാരിഫ് ചാർജ് ചെയ്യുമ്പോൾ മെമ്പേഴ്സിനുള്ളിൽ എങ്ങനെയായിരിക്കും ടാരിഫ് റേറ്റ്? സെയിം എമൗണ്ട് ഓഫ് ടാരിഫ് റേറ്റ് ആയിരിക്കും. പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഫ്രീ ട്രേഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ്, കസ്റ്റം യൂണിയൻ ആയിരിക്കും. അവരുടെ ടാരിഫ് റേറ്റ് എങ്ങനെയായിരിക്കും? ലോവർ ടാരിഫ് ആയിരിക്കും പറയുന്നത്. WTOയുടെ മെമ്പേഴ്സ് അല്ലാത്തവർക്കോ WTO നോൺ മെമ്പേഴ്സ് ആണെങ്കിൽ അവരുടെ ടാരിഫ് റേറ്റ് എങ്ങനെയായിരിക്കും? ഹൈ ടാരിഫ് റേറ്റ് ആയിരിക്കും. അതാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ WTO മെമ്പേഴ്സിന് 10% ആണ് ടാരിഫ് റേറ്റ് ചാർജ് ചെയ്യുന്നത്. പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റോ? പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റ് ലെസർ റേറ്റ് ആയിരിക്കും. അത് എത്രയായിരിക്കും? 5% ആയിരിക്കും. അസംഷൻ ആണിത് ചാർജ് ചെയ്യുന്നത്. നോൺ മെമ്പേഴ്സ് ആണെങ്കിലോ നോൺ മെമ്പേഴ്സിന് ഹയർ ടാരിഫ് റേറ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 20% ആയിരിക്കാം. ഓക്കെ അല്ലേ? ഇതാണ് ഈ കൺസെപ്റ്റിൽ മെയിൻ ആയിട്ട് പറയുന്നത്. സോ ഇത് ജസ്റ്റ് ഒരു ഐഡിയക്ക് നോട്ട് ചെയ്ത് വെക്കുക. MFN നേഷൻ ടാരിഫ് എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഇത് ഒരു ഡീറ്റെയിൽഡ് കൺസെപ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഷോർട്ട് ആയിട്ട് പറഞ്ഞത്. WTO മെമ്പേഴ്സ് സെയിം ആയിരിക്കും. പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റ്സ് ലോവർ ടാരിഫ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. നോൺ മെമ്പേഴ്സിന് ഹയർ ടാരിഫ് റേറ്റ് ആയിരിക്കും ഉള്ളത്. ഓക്കെ അല്ലേ? ഇത് ഒന്നും കൂടെ വായിച്ചു നോക്കുക. MFN റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇത് ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അടുത്ത് പറഞ്ഞിരിക്കുന്ന ടാരിഫ് എന്താണ്? വേരിയബിൾ ടാരിഫ്. എ ഡ്യൂട്ടി typically fixed to bring the
പ്രൈസ് ഓഫ് ആൻ ഇമ്പോർട്ടഡ് കമ്മോഡിറ്റി അപ് ടു ദ ലെവൽ ഓഫ് ദ ഡൊമസ്റ്റിക് സപ്പോർട്ട് പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി. ഇത് നമ്മൾ നോക്കിയ കൺസെപ്റ്റാണ്. നിങ്ങളിതിൽ എക്സാമ്പിൾ ഓർത്താൽ മതി. നമ്മൾ ചൈനീസ് പ്രോഡക്റ്റായ ചൈനീസ് മൊബൈൽ ഫോൺ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തപ്പോൾ 15,000 rupees ആയിരുന്നു. ഇന്ത്യയുടെ ഡൊമസ്റ്റിക് മൊബൈൽസ് എത്രയായിരുന്നു? 18,000 ആയിരുന്നു. ഈ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്തു? 15% ടാരിഫ് ഇമ്പോസ് ചെയ്തു. അപ്പം നമുക്ക് എത്ര കിട്ടി? 17,215 rupees ആയി. അതാണ് ഈ കൺസെപ്റ്റിൽ പറയുന്നത്. ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഡൊമസ്റ്റിക് പ്രൈസിനോട് ഈക്വൽ ആക്കാൻ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് പ്രൈസിന്റെ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് വേരിയബിൾ ടാരിഫ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത് പറയുന്ന ടാരിഫ് എന്താണ്? പ്രിഫറൻഷ്യൽ ടാരിഫ്. ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ പ്രിഫറൻഷ്യൽ ടാരിഫും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. സോ ഇത് നോക്കുക. All countries are a part of at least one of the preferential trade agreement under which they promise to give another country a product lower tariff than their most favored nation rate. A lower tariff is a charge from goods imported from a country which give a preferential treatment. Preferential tariff എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ മെമ്പേഴ്സ് ഓഫ് പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റ്സിനുള്ള ടാരിഫാണ് ഇത് പറയുന്നത്. മോസ്റ്റ് ഫേവർഡ് നേഷൻ ടാരിഫ് ആർക്കാ ചാർജ് ചെയ്യുന്നത്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ മെമ്പേഴ്സിനായിരിക്കും മെയിൻ ആയിട്ട് ചാർജ് ചെയ്യുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് പറഞ്ഞേക്കുന്നത് എന്താണ്? ഓൾ കൺട്രീസ് ആർ പാർട്ട് ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റ്. അതായത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ പ്രിഫറൻഷ്യൽ ട്രേഡ് മെമ്പേഴ്സ് തമ്മിൽ ലോ പെർസെൻറ്റേജ് ഓഫ് പ്രിഫറൻഷ്യൽ ടാരിഫ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നോൺ മെമ്പേഴ്സ് ആണെങ്കിലോ, നോൺ മെമ്പേഴ്സ് എന്ന് വെച്ചാൽ മോസ്റ്റ് ഫേവർഡ് നേഷൻ മെമ്പേഴ്സ് ആണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ടാരിഫാണ് ഇവിടെ ചൂസ് ചെയ്തത്. ഓക്കെ അല്ലേ? ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ് ആയിട്ട് മെയിൻ ആയിട്ട് പറയുന്നത്. ഇതിലൊരു ടേം പറയുന്നതാണ് യൂണിലാറ്ററൽ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ്. സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഒരു കൺട്രി വേറൊരു കൺട്രിക്ക് വേണ്ടി വോളണ്ടറി ആയിട്ട് ട്രേഡ് ബെനിഫിറ്റ് ചെയ്യുന്നു, എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത് യൂണിലാറ്ററൽ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. മെയിൻലി പറയുവാണെങ്കിൽ വൺ സൈഡ് ആയിട്ടുള്ള ഒരു പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റ് ആണ്. ഓക്കെ അല്ലേ? സോ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. മെയിൻ ആയിട്ട് പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റ് എങ്ങനെയാണ്? അത് തമ്മിലുള്ള മെമ്പേഴ്സിന് ലോവർ ടാരിഫ് ചാർജ് ചെയ്യും. ഓക്കെ അല്ലേ? അടുത്ത് പറഞ്ഞിരിക്കുന്ന ടാരിഫാണ് ബൗണ്ട് ടാരിഫ്. It binds itself with a legal commitment not to raise tariff above a certain level, maximum level of import duty that can be levied on a product imported by that member. ഇമ്പോസ് ചെയ്യാൻ പറ്റിയ മാക്സിമം ടാരിഫ് റേറ്റ് ആണ് ബൗണ്ട് ടാരിഫ് എന്ന് പറയുന്നത്. അതായത് സീലിംഗ് റേറ്റ്, അപ്പർ ലിമിറ്റ് ടാരിഫ് എന്ന് പറയുന്ന പോലെ. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് നോക്കുവാണെങ്കിൽ US കാർ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബൗണ്ട് ടാരിഫ് 35% ആണെങ്കിൽ 35%-നേക്കാളും കൂടുതലായിട്ട് നമ്മളതിൽ ചാർജ് ചെയ്യാൻ പാടില്ല. ഓക്കെ അല്ലേ? അതാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. It always free to impose a tariff lower than the bound level. ബൗണ്ട് ലെവലിനേക്കാളും കുറവായിട്ടുള്ള ടാരിഫ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ദ ബൗണ്ട് ടാരിഫ് എൻഷുർ ട്രാൻസ്പെറൻസി ആൻഡ് പ്രെഡിക്റ്റബിലിറ്റി. ബൗണ്ട് ടാരിഫ് എന്ത് ചെയ്യുന്നു? ട്രാൻസ്പെറൻസി എന്ന് വെച്ചാൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് തരുന്നു. അടുത്ത് പറഞ്ഞിരിക്കുന്ന ടാരിഫാണ് അപ്ലൈഡ് ടാരിഫ്. It is actually charged. ഇത് നോട്ട് ചെയ്ത് വെക്കുക. Actually charged on imports on a most favored nation (MFN) basis. A WTO member can have an applied tariff for a product that differ from the bound tariff for a product as long as the applied level not higher than the bound level. ഇത് ബൗണ്ട് ടാരിഫിനോട് റിലേറ്റഡ് ആയിട്ട് ഒരു കൺസെപ്റ്റ് ആണ് അപ്ലൈഡ് ടാരിഫ്. അപ്ലൈഡ് ടാരിഫ് എന്ന് വെച്ചാൽ ആക്ച്വൽ ആയിട്ട് ചാർജ് ചെയ്യുന്ന ടാരിഫാണ് അപ്ലൈഡ് ടാരിഫ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ബൗണ്ട് ടാരിഫ് എന്താ നമ്മൾ നോക്കിയത്? ബൗണ്ട് ടാരിഫ് എന്ന് വെച്ചാൽ ഒരു അപ്പർ ലിമിറ്റ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഒരു പ്രോഡക്റ്റിന്റെ അപ്പർ ലിമിറ്റ് 30% ആണെന്ന് അസ്യൂം ചെയ്യുക. ഇതെന്താണ്? 30% ആണ് ബൗണ്ട് ടാരിഫിന്റെ മാക്സിമം ലിമിറ്റ്. പക്ഷേ ഇപ്പോഴുള്ള ആക്ച്വലി നമ്മൾ ചാർജ് ചെയ്യുന്നത് എത്രയാണ്? ആക്ച്വലി സപ്പോസ് നമ്മൾ 15% ആയിരിക്കും ചാർജ് ചെയ്യുന്നത് ആ പ്രോഡക്റ്റിന്. മാക്സിമം നമുക്ക് 30% ചാർജ് ചെയ്യാം, പക്ഷേ നമ്മൾ 15% ആണ് ചാർജ് ചെയ്യുന്നത്. ഈ 15% കറൻ്റ്ലി ചാർജ് ചെയ്യുന്ന, ആക്ച്വലി ചാർജ് ചെയ്യുന്ന 15% ആണ് അപ്ലൈഡ് ടാരിഫ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഈ ടൈമിൽ നമ്മൾ ഈ 15% പേ ചെയ്താൽ മതിയാകും. ഓക്കെ ആണോ? മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു. എസ്കലേറ്റഡ് ടാരിഫ്. ഇതിലെന്താ മെയിൻ ആയിട്ട് പറയുന്നത്? നോമിനൽ ടാരിഫ് റേറ്റ് ഓൺ ഇമ്പോർട്ട്സ് ഓഫ് മാനുഫാക്ചർഡ് ഗുഡ്സ് ആർ ഹയർ ദാൻ ദ നോമിനൽ റേറ്റ് ഓഫ് ഇന്റർമീഡിയറ്റ് ഇൻപുട്സ് ആൻഡ് റോ മെറ്റീരിയൽ. ഇതിലെന്താ മെയിൻ ആയിട്ട് പറയുന്നത്? ഒരു പ്രോഡക്റ്റ് ഏതൊക്കെ സ്റ്റേജിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? റോ മെറ്റീരിയൽ കൺവേർട്ട് ചെയ്ത് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആകും, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഫൈനൽ പ്രോഡക്റ്റ് ആകും. ഓക്കെ അല്ലേ? റോ മെറ്റീരിയൽ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആകും, ഇന്റർമീഡിയറ്റിൽ ഇരുന്നാണ് അത് ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തുന്നത്. ഓക്കെ അല്ലേ? ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നോമിനൽ ടാരിഫ് റേറ്റ് ഓൺ ഇമ്പോർട്ട്സ് ഓൺ മാനുഫാക്ചർഡ് ഗുഡ്സ് എന്ന് വെച്ചാൽ ഫൈനൽ പ്രോഡക്റ്റ് ആണ്, ആർ ഹയർ. ഈ സിറ്റുവേഷനിൽ ഫൈനൽ പ്രോഡക്റ്റിലുള്ള ടാരിഫ് ഹയർ ആയിരിക്കും. അതേപോലെയോ നോമിനൽ ടാരിഫ് റേറ്റ് ഓൺ ഇന്റർമീഡിയറ്റും അതേപോലെ റോ മെറ്റീരിയലും. ഇന്റർമീഡിയറ്റും അതേപോലെ തന്നെ റോ മെറ്റീരിയലും എപ്പോഴും ലെസ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇതാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 4% ടാരിഫ് ഓൺ അയൺ ഓർ ആൻഡ് 12% ടാരിഫ് ഓൺ സ്റ്റീൽ പൈപ്പ്. അയൺ ഓറിന് 4% ആണ് ടാരിഫ് ഉള്ളത്, പക്ഷേ സ്റ്റീൽ പൈപ്പോ മാനുഫാക്ചർഡോ അല്ലെങ്കിൽ ഫൈനൽ പ്രോഡക്റ്റിനോ 12% ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ?
ഇവിടെ ഒരു അഡീഷണൽ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? ഇറ്റ് പ്രൊട്ടക്ട്സ് ദ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് ഇൻ ഇമ്പോർട്ടിംഗ് കൺട്രീസ് ആൻഡ് ഡാംപൻസ് ദ അറ്റംപ്റ്റ്സ് ഓഫ് ഡെവലപ്പിംഗ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് ഓഫ് എക്സ്പോർട്ടിംഗ് കൺട്രീസ്. എക്സ്ക്ലേറ്റഡ് ടാരിഫ് പ്രൊട്ടക്ട് ചെയ്യുന്നു. എന്തിനാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് ഇൻ ഇമ്പോർട്ടിംഗ് കൺട്രീസ്. ഇമ്പോർട്ട് ചെയ്യുന്ന കൺട്രീസിലുള്ള മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. പക്ഷേ ഡാംപൻസ് ദ അറ്റംപ്റ്റ്, ഡാംപൻസ് വെച്ചാൽ എന്താണ്? തളർത്തുക. ഡാംപൻസ് ദ അറ്റംപ്റ്റ് ഓഫ് ഡെവലപ്പിംഗ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് ഓഫ് എക്സ്പോർട്ടിംഗ് കൺട്രീസ്. എക്സ്പോർട്ടിംഗ് കൺട്രീസിലുള്ള മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിനെ എന്ത് ചെയ്യുന്നു? ഒരു ഡിസഡ്വാൻറ്റേജോടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് നമ്മൾ എക്സാമ്പിൾ നോക്കാം. ജപ്പാൻ US വേണ്ടി കാറ് എക്സ്പോർട്ട് ചെയ്യുവാണ്. ഓക്കെ അല്ലേ? ജപ്പാൻ US വേണ്ടി കാറ് എക്സ്പോർട്ട് ചെയ്യുവാണ്. ഈ സിറ്റുവേഷനിൽ ജപ്പാനാണ് എക്സ്പോർട്ടിംഗ് കൺട്രി. എക്സ്പോർട്ടിംഗ് കൺട്രി എന്താണ് പ്രോബ്ലം ഫേസ് ചെയ്യുന്നത്? അതായത് ഇവിടെ ഹൈ എക്സ്പോർട്ട് കോസ്റ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ എന്താണ്? എക്സ്ക്ലേറ്റഡ് ടാരിഫ് ഹൈ ആയിരിക്കും. അതാണ് അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം. പക്ഷേ US ഈ സിറ്റുവേഷനിൽ US ഇമ്പോർട്ടിംഗ് കൺട്രിയാണ്. US ഇറ്റ് പ്രൊട്ടക്ട് ദ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് ഇൻ ഇമ്പോർട്ടിംഗ് കൺട്രീസ്. അതിന്റെ മീനിങ് എന്താണ്? USന്റെ അഡ്വാൻറ്റേജ് എന്താണ്? അത് അവരുടെ ഇൻഡസ്ട്രീനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ അവർ ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ജോബ് ക്രിയേഷൻ ഉണ്ടാകുന്നു. സോ ഇങ്ങനത്തെ അഡ്വാൻറ്റേജ് അവർക്ക് ഉണ്ടാകുന്നു. അതാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. അവർ കൂടുതലായിട്ട് എക്സ്പോർട്ടിൽ ഫോക്കസ് ചെയ്യാത്തത് കൊണ്ട് അത് അവരുടെ ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. സപ്പോസ് അതേപോലെ തന്നെ ഒരു കൺട്രി ഒരു ഫൈനൽ പ്രോഡക്റ്റ് അവരുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ സിറ്റുവേഷനിൽ അവരുടെ എക്സ്പോർട്ട് റിസ്ക് ഉണ്ടോ? ആ സിറ്റുവേഷനിൽ അവർക്ക് എക്സ്പോർട്ട് റിസ്ക് വന്നില്ല, അല്ലെങ്കിൽ മാർക്കറ്റ് അവിടെ പ്രൊട്ടക്റ്റഡ് ആണ്. അതാണ് ഈ കൺസെപ്റ്റ് വഴി പറയുന്നത്. മെയിനായിട്ട് എസ്കലേറ്റഡ് ടാരിഫ് എന്ന് വെച്ചാൽ എന്താണ്? റോ മെറ്റീരിയലിനും ഇന്റർമീഡിയറ്റ് ഗുഡ്സിനും ലെസ് ടാരിഫും, ഫൈനൽ ഗുഡ്സ് ആകുമ്പോൾ ഹൈ ടാരിഫും ചാർജ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ അടുത്ത ടാരിഫിനെ കുറിച്ച് നോക്കാം. അടുത്ത് പറയുന്ന ടാരിഫാണ് പ്രൊഹിബിറ്റീവ് ടാരിഫ്. എ പ്രൊഹിബിറ്റീവ് ടാരിഫ് ഈസ് വൺ ദാറ്റ് ഈസ് സെറ്റ് സോ ഹൈ സോ നോ ഇമ്പോർട്ട്സ് ക്യാൻ എൻ്റർ. ഇതിലെന്താ പറയുന്നത്? അതായത് പ്രൊഹിബിറ്റീവ് ടാരിഫ് എന്ന് വെച്ചാൽ എന്താണ്? ഹൈ ലെവൽ ഓഫ് ടാരിഫ് ആയിരിക്കും ഇമ്പോസ് ചെയ്യുന്നത്. ഇത് മെയിനായിട്ട് ഇമ്പോർട്ട്സിനെ ഡിസ്കറേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ്? ഇമ്പോർട്ട്സിനെ അൺഅഫോർഡബിൾ ആക്കുന്ന സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് പ്രൊഹിബിറ്റീവ് ടാരിഫ് മെയിനായിട്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? അടുത്ത് പറയുന്നത് ഏതാണ്? ഇമ്പോർട്ട് സബ്സിഡീസ്. നമ്മൾ ഇതുവരെ നോക്കിയത് ടാരിഫാണ്. ഈ സിറ്റുവേഷനിൽ പറഞ്ഞിരിക്കുന്നത് സബ്സിഡീസിനെ കുറിച്ചാണ്. ഇമ്പോർട്ട് സബ്സിഡീസ് ഓൾസോ എക്സിസ്റ്റ് ഇൻ സം കൺട്രീസ് ആൻഡ് ഇമ്പോർട്ട് സബ്സിഡി ഈസ് സിംപ്ലി എ പേയ്മെന്റ് പെർ യൂണിറ്റ് ഓർ പെർസെൻറ്റേജ് വാല്യൂ ഓഫ് ദ ഇമ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്, ദാറ്റ് ഈസ് നെഗറ്റീവ് ഇമ്പോർട്ട് ടാരിഫ്. ഇതിലെന്താ പറയുന്നത്? ഇമ്പോർട്ട് സബ്സിഡി സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ എങ്ങനെ പറയാം? ഗവൺമെൻറ് ഡൊമസ്റ്റിക് ഇമ്പോർട്ടേഴ്സിന് വേണ്ടി അവരുടെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ബെനിഫിറ്റാണ് ഇമ്പോർട്ട് സബ്സിഡീസ്. ഓക്കെ അല്ലേ? അതായത് അവരുടെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന എമൗണ്ടാണ് സബ്സിഡീസ് എന്ന് പറയുന്നത്. ഇത് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എന്താണ്? ഇമ്പോർട്ട്സിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടി, ഒരു പ്രോപ്പറായിട്ടൊരു സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി. ഇതിനൊക്കെയാണ് ഇമ്പോർട്ട് സബ്സിഡീസ് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ അല്ലേ? ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത് പറഞ്ഞിരിക്കുന്ന പോയിന്റാണ് ടാരിഫ് ആസ് റെസ്പോൺസ് ടു ട്രേഡ് ഡിസ്റ്റോർഷൻ. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടീസും അതേപോലെ തന്നെ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസും ഇതിൻ്റെ ഒരു റിമൈനിങ് പോർഷൻ ആയിട്ടാണ് പറയുന്നത്. ടാരിഫ് ആസ് റെസ്പോൺസ് ടു ട്രേഡ് ഡിസ്റ്റോർഷൻ. Sometimes country engage in unfair foreign trade practices which are trade distorting in nature and adverse to the interest of the domestic firms. Trigger price mechanism. അപ്പോൾ നമ്മൾ ഇതൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ടാരിഫ് ആസ് റെസ്പോൺസ് ടു ട്രേഡ് ഡിസ്റ്റോർഷന് എക്സാമ്പിൾ നോക്കാം. ജസ്റ്റ് ഒരു കോമൺ ആയിട്ട് ഒരു എക്സാമ്പിൾ നോക്കാം. US അതേപോലെ ചൈന, രണ്ട് കൺട്രീസ് ഉണ്ട്. രണ്ട് കൺട്രീസിലും എന്ത് ചെയ്യുന്നു? സോളാർ പാനൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഈ സിറ്റുവേഷനിൽ ചൈന എന്ത് ചെയ്യുന്നു? ചൈന US വേണ്ടി ചൈനീസ് സോളാർ പാനൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? എക്സ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഏത് പ്രൈസിനാണ്? മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക്, അതായത് ബിലോ മാർക്കറ്റ് പ്രൈസിലാണ് ചൈന US എക്സ്പോർട്ട് ചെയ്യുന്നത്. ഈ സിറ്റുവേഷനിൽ നമുക്ക് എന്തെന്ന് പറയാം? ഡംപിംഗ് എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇങ്ങനത്തെ സിറ്റുവേഷനിൽ USന്റെ റെസ്പോൺസ് എന്തായിരിക്കും? ഫസ്റ്റ് പോയിന്റ് എന്താണ്? US ഇത് ഡംപിംഗ് ആണോ എന്ന് കൺഫേം ചെയ്യും. സെക്കൻഡ് എന്താണ്? ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടീസ് അവർ ഇമ്പോസ് ചെയ്യും. അതാണ് ഇതിലെ മെയിൻ പോയിന്റ് ആയിട്ട് പറയുന്നത്. ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടീസ് എങ്ങനെയാണ് ഇമ്പോസ് ചെയ്യുന്നത്? ചൈന ഒരു പ്രോഡക്റ്റ് US എക്സ്പോർട്ട് ചെയ്യുന്നു. ആ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് മാർക്കറ്റ് പ്രൈസിനേക്കാളും ഭയങ്കര കുറഞ്ഞ വിലയ്ക്കാണ് കൊടുക്കുന്നത്. അതിനെയാണ് ഡംപിംഗ് എന്ന് പറയുന്നത്. ഈ സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി US ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടീസ് ചൈനയുടെ ആ സോളാർ പാനലിലേക്ക് ഇമ്പോസ് ചെയ്യുന്നു. ഓക്കെ ആണോ? ഇതാണ് ഫസ്റ്റ് കൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്. അതിൻ്റെ റിസൾട്ടായിട്ട് എന്ത് സംഭവിക്കും? അതിൻ്റെ റിസൾട്ടായിട്ട് ചൈനയുടെ സോളാർ പാനലിൻ്റെ പ്രൈസ് എങ്ങനെയിരിക്കും? ചൈനീസ് സോളാർ പാനലിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ ആണോ? US ചൈനീസ് സോളാർ പാനലിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അതേപോലെ ചൈനയുടെ അൺഫെയർ കോമ്പറ്റീഷൻ എന്ത് ചെയ്യും? കുറയും. ഇതാണ് മെയിൻ കൺസെപ്റ്റ് ആയിട്ട് ടാരിഫ് ആസ് റെസ്പോൺസ് ടു ട്രേഡ് ഡിസ്റ്റോർഷനിൽ പറയുന്നത്. ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടീസ്. Protectionist tariff that domestic government impose on foreign imports
പ്രൈസ് ബിലോ ഫെയർ മാർക്കറ്റ് വാല്യൂ. ഇത് നമ്മളിപ്പോൾ നോക്കിയ കൺസെപ്റ്റ് തന്നെയാണ്. ആ എക്സാമ്പിൾ മാത്രം നോട്ട് ചെയ്ത് വെക്കുക. ആൻറ്റി ഡംപിങ് ഡ്യൂട്ടീസ് എന്ന് വെച്ചാൽ ചൈന ഒരു പ്രോഡക്റ്റ് US എക്സ്പോർട്ട് ചെയ്യുന്നു. ആ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് എങ്ങനെയായിരിക്കും? ഭയങ്കര പ്രൈസ് ബിലോ ദ ഫെയർ മാർക്കറ്റ് പ്രൈസിനേക്കാളും ഭയങ്കര കുറഞ്ഞ വിലയ്ക്കാണത് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഈ സിറ്റുവേഷനിലാണ് നമ്മൾ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടീസ് ഇമ്പോസ് ചെയ്യുന്നത്. ഡംപിങ് ഒക്യൂർസ് വെൻ മാനുഫാക്ചർ സെൽ ഗുഡ്സ് ഇൻ എ ഫോറിൻ കൺട്രി ബിലോ ദ സെയിൽസ് പ്രൈസിനേക്കാളും കുറവായിരിക്കും ഇൻ ദ ഡൊമസ്റ്റിക് മാർക്കറ്റ് ഓർ ബിലോ ദെയർ ഫുൾ ആവറേജ് കോസ്റ്റ് ഓഫ് ദ പ്രോഡക്റ്റ്. ഓക്കെ അല്ലേ? Dumping is an international price discrimination favoring buyer of exporting, but in fact the exporters deliberately forgo money in order to harm the domestic producers of the importing country. ഇതിൽ എന്താണ് മെയിൻ ആയിട്ട് പറയുന്നത്? അതായത് ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിനെ ഹാം ചെയ്യാൻ വേണ്ടി ഇന്റൻഷനലി ഫോറിൻ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യുന്നു? മനഃപൂർവ്വം അവരുടെ മണി വേസ്റ്റ് ചെയ്യുന്നു. അതാണ് ഈ കൺസെപ്റ്റിൽ പറയുന്നത്. ഡംപിങ് ഈസ് അൺഫെയർ ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ത്രെഡ് ടു എ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ്. ഇതെന്ത് ചെയ്യുന്നു? ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിന് ഒരു ത്രെഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ദിസ് ഈസ് ജസ്റ്റിഫൈഡ് ഓൺലി ഇഫ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി ഈസ് എ സീരിയസ്ലി ഇൻജേർഡ് ബൈ ദ ഇമ്പോർട്ട് കോമ്പറ്റീഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഈസ് ഇൻ ദ നാഷണൽ ഇൻട്രസ്റ്റ്. ഇത് എപ്പോഴാണ് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടീസ് യൂസ് ചെയ്യുള്ളൂ നമ്മൾ? അതായത് ഒരു സിവിയർ ആയിട്ട് ഇഞ്ചുറി ആകുന്ന സിറ്റുവേഷനാണ് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടീസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ആയിട്ടാണ് താഴെ പറഞ്ഞേക്കുന്നത്. സോ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ആൻറ്റി ഡംപിങ് ഡ്യൂട്ടീസ് എന്താണ്, അത് എന്തുകൊണ്ടാണ് അത് ഇമ്പോസ് ചെയ്യുന്നത്? ഓക്കെ അല്ലേ? അടുത്ത് പറയുന്നതാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസ്. കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസ് ആർ ടാരിഫ് that aim to offset the artificial low price charged by the exporters who enjoy export subsidies and tax concession offered by the governments in their home country. ഇതിലെന്താ പറയുന്നത്? കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസ് ഈസ് ചാർജ്ഡ് ഇൻ ആൻ ഇമ്പോർട്ടിംഗ് കൺട്രി ടു നെഗേറ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് എക്സ്പോർട്ടേഴ്സ് ഗെറ്റ് ഫ്രം ദെയർ സബ്സിഡീസിന്റെ കാര്യമാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ടു എൻഷുർ ദ ഫെയർ ആൻഡ് മാർക്കറ്റ് ഓറിയന്റഡ് പ്രൈസിംഗ് ഓഫ് ഇമ്പോർട്ടഡ് പ്രോഡക്ട്സ് and thereby protecting the domestic industries and firms, they impose countervailing duties. ഇതിലെന്താ മെയിൻ ആയിട്ട് പറയുന്നത്? നമ്മൾ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടീസ് നോക്കുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലായിരുന്നു എന്താണ്, ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഭയങ്കര ചീപ്പായിട്ട് വേറൊരു കൺട്രിയിൽ എക്സ്പോർട്ട് ചെയ്യുന്നതാണ് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഡംപിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസ് എങ്ങനെയാണ്? കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസിന് നമ്മൾ ഇതുപോലെ തന്നെ എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ നോക്കാം. ചൈന സോളാർ പാനൽ നമ്മൾ ഫസ്റ്റ് നോക്കിയ പോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ പ്രൊഡക്ഷൻ കോസ്റ്റ് എത്രയാണ്? പ്രൊഡക്ഷൻ കോസ്റ്റാണ് $100 ആവുന്നത്. പക്ഷേ അതോടൊപ്പം ചൈനയ്ക്ക് എന്ത് കിട്ടുന്നു? $20 അവർക്ക് സബ്സിഡീസ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതാണ് ഇതിൽ മെയിൻ കൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്. കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസ് നമ്മൾ നോക്കുമ്പോഴും എന്താ മെയിൻ ആയിട്ട് ഇതിൽ പറയുന്നത്? ഓഫ്സെറ്റ് ദ ആർട്ടിഫിഷ്യലി ലോ പ്രൈസ് ചാർജ്ഡ് ബൈ ദ എക്സ്പോർട്ടേഴ്സ് ഹു എൻജോയ് ദ എക്സ്പോർട്ട് സബ്സിഡീസ്. എക്സ്പോർട്ട് സബ്സിഡീസ് ആണ് ഈ $20 ആയിട്ട് പറയുന്നത്. ഈ സിറ്റുവേഷനിൽ US റെസ്പോൺസ് എന്തായിരിക്കും? നമ്മൾ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടീസ് ചെയ്യുമ്പോൾ US റെസ്പോൺസ് എന്തായിരുന്നു? അവർ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടീസ് ഇമ്പോസ് ചെയ്തു. അതിൽ ഈ സിറ്റുവേഷനിലോ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസ് ചൈനയുടെ സോളാർ പാനലിലേക്ക് ഇമ്പോസ് ചെയ്യും. അതാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ അല്ലേ? അങ്ങനെ US കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസ് ചൈനയുടെ സോളാർ പാനലിലേക്ക് ഇമ്പോസ് ചെയ്യുമ്പോൾ അവരുടെ എന്ത് റിസൾട്ട് സംഭവിക്കും? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പ്രോഡക്റ്റിന് $100 ആണ്. 20% ഇമ്പോസ് ചെയ്തപ്പോഴോ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസ് അത് $120 ഇൻക്രീസ് ചെയ്യും. US ചൈനയുടെ പ്രോഡക്റ്റ് പിന്നെയും പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അതാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഇത് ജസ്റ്റ് ഞാൻ എമൗണ്ട് എക്സാമ്പിളിന് വേണ്ടി മാത്രമാണ് പറഞ്ഞത്. ഇതിൽ എക്സാക്റ്റ് ആയിട്ട് കൺസെപ്റ്റ് പറയുവാണെങ്കിൽ എക്സ്പോർട്ട് കൺട്രി, അതായത് നമ്മളിവിടെ ചൈനയാണ് എടുത്തത്. ചൈന US ഒരു പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നു, സോളാർ പാനൽ എക്സ്പോർട്ട് ചെയ്യുന്നു. ആ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റിന് ചൈനയ്ക്ക് സബ്സിഡീസ് കിട്ടുവാണെങ്കിൽ, സബ്സിഡീസ് കിട്ടുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ US എന്ത് ചെയ്യും? കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസ് ചൈനയുടെ സോളാർ പാനലിലേക്ക് ഇമ്പോസ് ചെയ്യും. അതാണ് ഇതിൽ മെയിൻ കൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്. ഇത് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. ആൻറ്റി ഡംപിങ് ഡ്യൂട്ടീസും കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസും ഇങ്ങനെയാണ് ഡിഫർ ചെയ്യുന്നത്. ആൻറ്റി ഡംപിങ് ഡ്യൂട്ടീസ് എന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഭയങ്കര ചീപ്പായിട്ട് വിൽക്കുന്നതാണ്. കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസിനാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അൺഫെയർ ആയിട്ടുള്ള സബ്സിഡീസ് അഡ്വാൻറ്റേജ് കിട്ടുന്നതാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ സബ്സിഡീസ് എന്നിവിടെ മെൻഷൻ ചെയ്യുന്നതും അതാണ്. ഇങ്ങനെ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസ് ഇമ്പോസ് ചെയ്യുമ്പോൾ US എന്താണ് അഡ്വാൻറ്റേജ് കിട്ടുന്നത്? US ഫെയർ ട്രേഡ് അവർ അഡ്വാൻറ്റേജ് കിട്ടും. നമ്മൾ ഫസ്റ്റ് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടീസിൽ പറഞ്ഞ പോലെ തന്നെ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസിന് മെയിൻ ആയിട്ട് ഫെയർ ട്രേഡിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. എഫക്റ്റ് ഓഫ് ടാരിഫ്. നമ്മൾ ഇതുവരെ നോക്കിയത് ഫോം ഓഫ് ടാരിഫ് ആണ്. ടാരിഫ് എന്തിനാണ് അത് ഇമ്പോസ് ചെയ്തത്? മെയിൻ ആയിട്ട് ഡൊമസ്റ്റിക് കൺട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഇതിൽ മെയിൻ ആയിട്ട് ടാരിഫിന്റെ എഫക്ട്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നോക്കാം.
Tariff barriers create obstacles to trade, decrease the volume of imports and exports. The prospect of market access of exporting country is worsened. ഇതിലെന്താ മെയിനായിട്ട് പറയുന്നത്, ടാരിഫ് ബാരിയേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അത് ട്രേഡ് ചെയ്യാനൊരു തടസ്സമാകുന്നു, ഒബ്സ്റ്റക്കിൾസ് ആകുന്നു. ഡിക്രീസ് ദ വോളിയം ഓഫ് ഇമ്പോർട്ട്സ് എക്സ്പോർട്ട്, എക്സ്പോർട്ടിൻ്റെയും ഇമ്പോർട്ടിൻ്റെയും വോളിയം എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് ആക്സസ് കിട്ടില്ല, അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്, ബൈ മേക്കിംഗ് ഇമ്പോർട്ടഡ് ഗുഡ്സ് മോർ എക്സ്പെൻസീവ്, ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിനെ എക്സ്പെൻസീവ് ആക്കുന്നതിലൂടെ ടാരിഫ് ഡിസ്കറേജ് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് ഫ്രം കൺസ്യൂമിങ് ഇമ്പോർട്ടഡ് ഫോറിൻ ഗുഡ്സ്. ഇത് നമുക്കറിയാം, ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും, ടാരിഫ് ഇമ്പോസ് ചെയ്യും. അതിൽ ടാരിഫ് ഇമ്പോസ് ചെയ്യുമ്പോൾ യൂഷ്വലി നമുക്കറിയാം അത് എക്സ്പെൻസീവ് ആയിട്ട് കൺവേർട്ട് ആവും. എക്സ്പെൻസീവ് ആകുമ്പോൾ അത് എക്സ്പെൻസീവ് ആകുന്ന സിറ്റുവേഷനിൽ അത് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് കൺസ്യൂം ചെയ്യാൻ പറ്റുമോ? ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് ഫോറിൻ പ്രൊഡക്ട്സ് കൺസ്യൂം ചെയ്യാൻ പാടായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്, ഹൈ പ്രൈസ് ലെസ് ക്വാണ്ടിറ്റി എന്ന സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ടാരിഫ് എൻകറേജ് കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ്ഡ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് പ്രൊട്ടക്ട് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്. ഇത് നമുക്ക് അറിയാവുന്ന സിറ്റുവേഷൻ ആണ്. ടാരിഫ് എന്ത് ചെയ്യുന്നു, ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അതാണ് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. അടുത്ത് പറയുന്ന പോയിന്റ് എന്താ, പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഇമ്പോർട്ടിംഗ് കൺട്രി എക്സ്പീരിയൻസ് എ ഇൻക്രീസ് ഇൻ ദ വെൽബീയിങ് ആസ് എ റിസൾട്ട് ഓഫ് ഇമ്പോസിഷൻ ഓഫ് ടാരിഫ്. ടാരിഫ് ഇമ്പോർട്ടിംഗ് കൺട്രിയിൽ ഇമ്പോസ് ചെയ്യുന്നത് വഴി പ്രൊഡ്യൂസേഴ്സിന് എങ്ങനെയായിരിക്കും, പ്രൊഡ്യൂസേഴ്സിന് വെൽബീയിങ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. The price increase also induce an increase in the output, entry of new firms, high profit, increase the employment in the industries. ഇതിലെന്താ മെയിനായിട്ട് പറയുന്നത്, ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ എന്താണ്, ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യും. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോഴോ എൻട്രി ഓഫ് ന്യൂ ഫേംസ് അവിടെ ഉണ്ടാകും. ന്യൂ ഫേംസ് വരുമ്പോൾ തന്നെ ന്യൂ പ്രോഫിറ്റ് ആകും. ആ സിറ്റുവേഷൻ എന്തിന് ക്രിയേറ്റ് ചെയ്യുന്നു, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. അടുത്ത പോയിന്റിൽ എന്താ പറയുന്നത്, ടാരിഫ് ക്രിയേറ്റ് ട്രേഡ് ഡിസ്റ്റോർഷൻ by disregarding comparative advantage and prevent countries from enjoying gains from trade arising from the comparative advantage. Thus, tariff discourage the effective production in the rest of the world and encourage the ineffective production in the home country. അതായത് നമ്മളിത് ജസ്റ്റ് എക്സാമ്പിൾ പോലെ നോക്കാം. കൺട്രി എ, കൺട്രി ബി, രണ്ട് കൺട്രി ഉണ്ട്. കൺട്രി എ, കൺട്രി ബി. ഇതിൽ രണ്ട് കൺട്രീസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ടെക്സ്റ്റൈലാണ് രണ്ട് കൺട്രീസും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ടെക്സ്റ്റൈലാണ് രണ്ട് കൺട്രീസും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സിറ്റുവേഷനിൽ കൺട്രി ബി എന്ത് ചെയ്യുന്നു, കൺട്രി ബിയുടെ ടെക്സ്റ്റൈൽ എന്ത് ചെയ്യുന്നു, എക്സ്പോർട്ട് ചെയ്യുന്നു കൺട്രി എക്ക്. കൺട്രി എയും പക്ഷേ എന്ത് ചെയ്യുന്നു, ടെക്സ്റ്റൈൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടല്ലോ അവരുടെ ഹോം കൺട്രിയിൽ. അതായത് കൺട്രി എയും മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ടെക്സ്റ്റൈൽ, പക്ഷേ കൺട്രി ബി ആണ് കൺട്രി എക്ക് ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ മെയിനായിട്ട് കൺട്രി എ എങ്ങനെയാണ്, കൺട്രി എ ഇൻഎഫക്റ്റീവ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പക്ഷേ കൺട്രി ബി എങ്ങനെയാണ്, എഫക്റ്റീവ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഇതാണ് മെയിൻ സിറ്റുവേഷൻ ആയിട്ട് പറയുന്നത്. പക്ഷേ ഈ പോയിന്റ് എന്താണ് പറഞ്ഞേക്കുന്നത്, ടാരിഫ് ഡിസ്കറേജ് ദ എഫിഷ്യൻറ്റ് പ്രൊഡക്ഷൻ. ടാരിഫ് എന്താ ചെയ്യുന്നത്, എഫിഷ്യൻറ്റ് പ്രൊഡക്ഷൻ ഡിസ്കറേജ് ചെയ്യുന്നു. അതിൻ്റെ മീനിങ് എന്താണ്, കൺട്രി ബി ആണ് എഫിഷ്യൻ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കൺട്രി എ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എങ്കിൽ പോലും ഒരു പ്രോഡക്റ്റ് എ എന്ന കൺട്രിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, നമ്മൾ എല്ലാ സിറ്റുവേഷനും അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കൺട്രിയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ വരുമ്പോൾ ആ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റിന് നമ്മൾ യൂഷ്വലി ടാരിഫ് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യും, നമ്മൾ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്, ഇവിടെ കൺട്രി എ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെക്സ്റ്റൈലാണ്, കൺട്രി എ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെക്സ്റ്റൈൽ നമ്മൾ ഇൻഎഫിഷ്യൻറ്റ് പ്രോഡക്റ്റ് ആണെന്ന് നമുക്കറിയാം. എങ്കിൽ പോലും നമ്മളത് എന്ത് ചെയ്യുന്നു, എൻകറേജ് ചെയ്യുന്നു. അതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? എക്സാക്ട്ലി പറയുവാണെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ പ്രൈസ് ആർട്ടിഫിഷ്യലായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് ഈ സിറ്റുവേഷനിൽ പറയുന്നത്. ഓക്കെ അല്ലേ? ഇത് മനസ്സിലേക്കാണെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒരു ഐഡിയക്ക് പോയിന്റ് നോട്ട് ചെയ്യുക. ഇത് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഇങ്ങനെയാണ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്താണ്, ടാരിഫ് ഇൻക്രീസ് ദ ഗവൺമെൻറ് റവന്യൂ. ടാരിഫ് എന്ത് ചെയ്യും, ഇമ്പോർട്ടിംഗ് കൺട്രിയുടെ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ഇൻക്രീസ് ചെയ്യും ബൈ ദ വാല്യൂ ഓഫ് ദ ടോട്ടൽ ടാരിഫ്. നമ്മൾ ഓൾറെഡി നോക്കിയ പോയിന്റാണ്, ടാരിഫ് ഇമ്പോസ് ചെയ്യുമ്പോൾ ആ ഇമ്പോർട്ടിംഗ് കൺട്രിയുടെ ഗവൺമെൻറ് റവന്യൂ ഇൻക്രീസ് ചെയ്യും. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് മനസ്സിലേക്കാണെന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ വീഡിയോ നോക്കുക, എന്നിട്ട് ടെക്സ്റ്റ് വായിച്ച് നോക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാകും. അപ്പോൾ പറഞ്ഞത് മനസ്സിലേക്കാണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ചേഞ്ച് ആണെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം.